കേരളത്തിന്റെ കാലാവസ്ഥ നമ്മൾ നേരത്തെ കണ്ടിരുന്നതിൽ നിന്ന് ഒരു 10 വർഷം മുൻപ് ഉണ്ടായിരുന്നതിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഇവോൾവിംഗ് ഒരു പുതിയ രീതിയിലേക്ക് നമ്മുടെ കാലാവസ്ഥ മാറുന്നതിന്റെ ഒരു പ്രതിഫലനമാണോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ? എന്താണ് അദ്ദേഹം നൽകുന്ന സൂചനകൾ അതിൽ? കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗം തന്നെയാണ് ഈ മാറ്റങ്ങളെന്ന് ശേഖർ കുര്യാക്കോസ് പറയുന്നു. ഇതിൽ പ്രധാനം, നമ്മൾ ഷോർട്ട് വീഡിയോ ആയതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചുരുക്കി അവതരിപ്പിച്ചത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, സാധാരണഗതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കടുത്ത ചൂടിലും ഉത്തരേന്ത്യയിൽ പോളിംഗ് തുടരുന്നു എന്നൊരു വാർത്ത വന്നിരുന്നു. സാധാരണഗതിയിൽ ഒരു 5 വർഷം മുൻപാണെങ്കിൽ നമുക്കത് തിരിച്ചറിയാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത് മനസ്സിലാക്കാവുന്ന തരത്തിലേക്ക് കേരളത്തിലെ അന്തരീക്ഷത്തിലെ വ്യത്യാസങ്ങളും കാലാവസ്ഥയിലെ വ്യത്യാസങ്ങളും മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് തന്നെയാണ് കാലാവസ്ഥാ വ്യതിയാനം എന്നാണ് ശേഖർ കുര്യാക്കോസ് പറയുന്നത്. ഏതായാലും ആഗോള താപനത്തിൻ്റെതായ അതിൻ്റെ ഫലങ്ങൾ കേരളത്തിലും വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് വേനൽ മഴ വരുന്നതിന് 2 ദിവസം മുൻപ് കടുത്ത ചൂടായിരുന്നു. 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂട് ഉയരുകയും ഉഷ്ണതരംഗം പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യമായിരുന്നു. 2 ദിവസത്തിനിപ്പുറം റെഡ് അലർട്ട് വരികയും അതിതീവ്ര മഴയിലേക്ക് പോവുകയും ചെയ്തു. ഈ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം കാലാവസ്ഥാ വ്യതിയാനം ഒപ്പം ആഗോളതാപനത്തിൻ്റെയൊക്കെ ഫലമായി വരുന്നതാണ് എന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് വ്യക്തമാക്കുന്നത്. അത് എത്ര അളവിലുണ്ട് എന്നത് സംബന്ധിച്ച് വിശദമായ പഠനം വേണമെന്നും ശേഖർ കുര്യാക്കോസ് പറയുന്നു. സംസ്ഥാനത്ത് മഴയുടെ കാലാവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഇന്ന് 3 ജില്ലകളിൽ റെഡ് അലർട്ടുണ്ട്. മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട്. 2 ചക്രവാത ചുഴികൾ വടക്കൻ കേരളത്തിലും തെക്കൻ തമിഴ്നാട്ടിലുമായി ചക്രവാത ചുഴികൾ നിലനിൽക്കുന്നു. ഇതിൻ്റെയൊക്കെ ഭാഗമായി 2 ദിവസം കൂടി മഴ തുടരുമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി പറയുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായുള്ള ജാഗ്രതകൾ ഈ അലർട്ടുകൾ പിൻവലിക്കും വരെ തുടരണം എന്നും ശേഖർ കുര്യാക്കോസ് വ്യക്തമാക്കുന്നു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലും കളക്ട്രേറ്റുകളിലും താലൂക്ക് അടിസ്ഥാനത്തിലുമെല്ലാം എമർജൻസി കോൾ സെൻ്ററുകളും കൺട്രോൾ സെൻ്ററുമൊക്കെ തുറന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടുതൽ ആവശ്യം വരുന്ന വിധത്തിൽ കൂടുതൽ സജ്ജീകരണം വേണമെങ്കിൽ അത് ഉപയോഗപ്പെടുത്താനും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാനുമുള്ള ആലോചനകളും സജ്ജീകരണങ്ങളും സർക്കാർ തലത്തിലും കൃത്യമായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്താകെ ഇന്നും നാളെയും മഴ തുടരുമെന്ന മുന്നറിയിപ്പും നിലനിൽക്കുന്നു. സുജയ. ഓക്കെ, കാലാവസ്ഥയിലെ മാറ്റങ്ങൾ അത് മഴ നേരത്തെ എത്തുന്നതിന്, ചൂട് കനക്കുന്നതിന് ഒക്കെ കേരളത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ആദിൽ പാലോട് റിപ്പോർട്ട് ചെയ്യുന്നത്. കാലാവസ്ഥയിലെ മാറ്റങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കനത്ത മഴ പെയ്യുന്നു, ചെറു മേഘവിസ്ഫോടനങ്ങൾക്ക് പോലും സാധ്യതയുള്ള ഒരു കാലാവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പോൾ